വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് അത് പൊടിയിലോട്ട് നല്ലതുപോലെ കട്ടിയൊന്നും കുത്താതെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇതേപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് ഞെരടി കൊടുക്കുമ്പോൾ അതൊക്കെ കട്ടയുള്ളതെല്ലാം ഉടഞ്ഞു കിട്ടും. ഒട്ടും കട്ട പാടില്ല, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഇത്ര ഓയിൽ എടുക്കണ്ട എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലായാലും എടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിത് കട്ടയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. അതിന് വേണ്ടി നടുക്കൊരു കുഴിയാക്കാം. എന്നിട്ട് അതിലൊരു 3/4 ഗ്ലാസ്, ഫുള്ളായിട്ട് വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴയ്ക്കണം, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം നമ്മുടെ മാവ്. ഇതേപോലെ ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് വലിച്ച് ബാക്കിലോട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഏതെങ്കിലും കുഴയാതെ അകത്തങ്ങാൻ വേണ്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടല്ലോ ആക്കുന്നേ? ഇതേപോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മാവിൻ്റെ പരുവം കാണിച്ചു തരാം. കണ്ടോ, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അകത്തോട്ട് ഇങ്ങനെ പോവണം. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്ക് ഒരു നനഞ്ഞ കിച്ചൺ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ചെറുതായിട്ട് നനച്ചിട്ടോ നമ്മൾക്ക് ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. മാവ് ഉണങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 5-6 ഉണക്കമുളക് നന്നായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ടത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അത് പൊടിച്ചതിന് ശേഷം ഏകദേശം ഒരു 1.5 ടീസ്പൂൺ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സാൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ആയിട്ട് ചെറിയ ക്വാണ്ടിറ്റി മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മുളകില്ലേ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലും നല്ലപോലെ അത് മൊരിഞ്ഞ് വരണം. ഇനി നമുക്കിത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് 2 മുട്ട ഇതേപോലെ പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ മുട്ട ഇതേപോലെ ചിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടും കുറച്ചും കൂടി ഫ്ലേവർഫുള്ളാണ് നമ്മളിങ്ങനെ ഒരേ പാത്രത്തിൽ തന്നെ ഇട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ നന്നായിട്ട് മുട്ട മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയ്ക്കകത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തായിരുന്നു കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടി നല്ലതുപോലെ യോജിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല കറക്റ്റായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ചെറുതായിട്ട് ഇതേപോലെ ഉരുളകൾ എടുക്കാം.
എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തില്ലേ അതേപോലെ പരത്താം. പക്ഷെ പരത്തുമ്പോൾ നമ്മൾ നൈസാക്കി പരത്തരുത്. ജസ്റ്റ് ഒന്ന് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കട്ടിയിൽ വേണം പരത്താനായിട്ട്. നല്ലതുപോലെ പരത്താനായിട്ട് നിൽക്കരുത്. ഞാൻ കുറച്ച് വലിയ ടൈപ്പ് പൂരി പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കണ്ടോ, ഇതിന്റെ തിക്നെസ് നിങ്ങൾക്ക് കാണാലോ. അപ്പോൾ അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് ഇല്ലേ, എഗ്ഗിന്റെ ഫില്ലിങ്, ഇതിലോട്ട് നമ്മുടെ ആവശ്യാനുസരണം ഇടാം. പക്ഷെ കുറച്ച് ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിലോട്ട് നമുക്ക് ഒരു അത്യാവശ്യം ആ ഇത് പൂരിയുടെ അനുസരിച്ച് കൊള്ളുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ച് ഉള്ളിലോട്ട് മടക്കി വെച്ചു കൊടുക്കാം. കണ്ടോ, അപ്പൊ അത് അവിടെ ഇരുന്നോളും. ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേറൊരു പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ പൂരീസും നമുക്ക് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് വെക്കാം. ഞാൻ എന്തുകൊണ്ടാണ് നൈസായിട്ട് പരത്തിയതെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ട്വിസ്റ്റ് ചെയ്യില്ല, നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ആക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ കനം കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്ത് വരാൻ തുടങ്ങും. ഇനി ഞാൻ ഇപ്പൊ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തി ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല പ്രഷറിൽ പരത്തരുത്. ഭയങ്കര നൈസായിട്ടേ പരത്താൻ പാടുള്ളൂ. അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് പരത്തിയെടുക്കണം. അതുകൊണ്ട് നല്ല പ്രഷറിൽ പരത്തരുത്. നന്നായിട്ട് പ്രഷറിൽ പരത്തിയാൽ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ ഒക്കെ പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ ഇത്ര നേരം ചെയ്ത പണി വെള്ളത്തിലാവുമെന്ന് പറയില്ലേ, അതേപോലെ ആയി പോകും കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മൾ സാധാരണ പൂരി എങ്ങനെയാണോ വറുത്തെടുക്കുന്നത് അതേപോലെ വറുത്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് കൊമളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരെണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാതും കൂടി വറുത്ത് എടുക്കുക. എൻ്റെ ലാസ്റ്റത്തതും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ ഒരെണ്ണം എടുക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഏകദേശം തണുത്തത് നോക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതാ നോക്ക്, പൊട്ടിക്കുമ്പോൾ നോക്ക്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള മസാലയില്ലേ ഇതിനകത്ത് എല്ലായിടത്തും സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വളരെ ടേസ്റ്റി ആട്ടോ സോസ് മുക്കാതെ കഴിക്കാൻ. ഇനി നമുക്ക് സോസ് മുക്കിയിട്ടൊന്ന് നോക്കാം. ഇത് ഇതേപോലെയാണ് ശരിക്കും കഴിക്കേണ്ടത്. സോസ് മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പിള്ളേർക്ക് എല്ലാം കച്ചപ്പ് ഭയങ്കര ഇഷ്ടമല്ലേ, ടൊമാറ്റോ സോസ്. അത് മുക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവരൊരു മടി കൂടാതെ ഫുഡ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ.